നമസ്കാരം. കുറേ ദിവസമായി, ഒരാഴ്ചകളായി പൊതുവെ എല്ലാവരും റെയിലിമ്പിക്ക് കയറി തുടങ്ങി. കൂടുതൽ കടകൾ തുറന്നു. ഞങ്ങളിതാ സ്കൂളിൽ പ്രൊമോഷൻ ലിസ്റ്റും ഇതിൻ്റെയൊക്കെ തിരക്കായി തുടങ്ങി. വീണ്ടും ഇന്ന് കുറച്ചു നേരം ഒരുമിച്ച് കൂടാം. വീണ്ടും ലോക്ക്ഡൗൺ നീട്ടുമോ എന്നുള്ള ആശങ്കയും ഒക്കെയാണല്ലോ. കുറച്ചു നേരം പാട്ട് പാടിയും പാട്ട് കേട്ടും ഇരിക്കാം. ഗുഡ് മോർണിംഗ് ടു ആൾ. കാമോദരിയിങ്കൽ വാസമിഹമേ കാമോദരിയിങ്കൽ വാസമിഹമേ നിന്നെ ഭജിച്ചിടുവാൻ കാമോദരിയിങ്കൽ വാസമിഹമേ നിന്നെ ഭജിച്ചിടുവാൻ പകാരതിനുതേ വനങ്ങളിലുമിന്നാക നടന്നിടുവാൻ ആക നടന്നിടുവാൻ വനങ്ങളിലുമിന്നാക നടന്നിടുവാൻ പകരതിനുതേ വനങ്ങളിലുമിന്നാക നടന്നിടുവാൻ കാരുണ്യരസം കലർന്നവനിഭൃ ഭൂപാല പുണ്യാത്മികേ ഭൂപാല പുണ്യാത്മികേ കാരുണ്യരസം കലർന്നവനിഭൃ ഭൂപാല പുണ്യാത്മികേ കാരുണ്യരസം കലർന്നവനിഭൃഭൂപാല പുണ്യാത്മികേ നീ കാരുണ്യരസം കലർന്നവനിഭൃഭൂപാല പുണ്യാത്മികേ നാഗവരാളിഭൂഷണദയിതേ ശോകം നാഗവരാളിഭൂഷണദയിതേ തീർത്തിടണം മാമകം തീർത്തിടണം മാമകം
നാഗവരളി ഭൂഷണ ദയിതേ തീർത്തിടണം മാമകം ശോകം നാഗവരളി ഭൂഷണ ദയിതേ തീർത്തിടണം മാമകം. ഇതും KC കേശവപിള്ളയുടെ ഒരു ശ്ലോകമാണ്. ആ കാനഡ ആ രാഗമുദ്രയൊക്കെ ചേർത്തത് വളരെ രസകരമായിട്ടുണ്ട്. വനങ്ങളിലും ഇന്ന് ആകാ നടന്നിടുവാൻ കാനഡ രാഗം. കാമ്പോജി കാനഡ കാമോദരി എങ്കിൽ കാമോദരി കാമ്പോജിയുടെ കാമ്പോജിക്ക് കാമോദരി എന്നും പറയുക. നാഗവരാളി ഭൂപാളം കഥകളിയിലും പറയണ ഭൂപാളം രേവകുത്തിയും ആദ്യം പുന്നാഗവരാളി ആവാം കുറച്ചു നേരം. അരുന്ധതി മുമ്പാകും അനസൂയ ലോപമുദ്രയും അരുന്ധതി മുമ്പാകും മുനി ഗൃഹിണിമാരെല്ലാരും അനുഗ്രഹീണം
ഇത് നളചരിതത്തിലെ സാരി നൃത്തത്തിന്റെ വരികളാണ്. ദമയന്തിയും തോഴിമാരും. ഇതിൽ പരിചയം ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സന്ദർഭം ഒന്ന് സൂചിപ്പിക്കുന്നത്. പരിചയമുള്ളവർക്ക് അത് ബോറടിയാവും. എന്നാലും നളചരിതം ഇതിനു മുമ്പും പാടിയിട്ടുള്ളതാണ്. ഇനി സന്താനഗോപാലത്തിലെ കരുണാവാരിധേ കൃഷ്ണ, അതും പുന്നാഗവരാളി തന്നെയാണ് രാഗം. പക്ഷെ അവിടെ ശ്രുതിയുടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. സമശ്രുതിയും മധ്യമശ്രുതിയും. ആ ശ്രുതിയുടെ ഒരു മാറ്റം കൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത ഭാവം കിട്ടാൻ അതിനൊരു ഉദാഹരണമാണ്. സന്താനഗോപാലം കഥ അതും എല്ലാവർക്കും പരിചയം ഉള്ളതാണ്. ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന് ഉണ്ടാകുന്ന കുട്ടികൾ മുഴുവൻ ജന്മനാ തന്നെ മരിക്കുന്നു. 9ാമത്തെ കുട്ടിയുടെ മൃതശരീരവും എടുത്ത് പതിവ് പോലെ കൃഷ്ണന് മുന്നിൽ വന്ന് വിലപിക്കുമ്പോൾ കൃഷ്ണനോ ബലരാമനോ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അർജുനൻ ബ്രാഹ്മണനെ ആശ്വസിപ്പിക്കുന്നു, അങ്ങേക്ക് ഇനി ഉണ്ടാകുന്ന പുത്രനെ താൻ രക്ഷിച്ചു തരാം. അങ്ങനെ ആ സമയമായപ്പോൾ ബ്രാഹ്മണന്റെ ക്ഷണപ്രകാരം അർജുനൻ ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തുന്നു. അമ്പുകൾ കൊണ്ട് ഒരു സൂതികാഗൃഹം നിർമ്മിച്ച് ബ്രാഹ്മണ പത്നിയെ അതിനുള്ളിലാക്കുന്നു. അപ്പൊ രംഗത്ത് വിലാപം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ, ബ്രാഹ്മണ പത്നിയെ കാണുന്നില്ല. അർജുനനും ബ്രാഹ്മണന്റെ വേവലാദികളും ഒക്കെ അഭിനയിക്കുകയും ചെയ്യും. കരുണാവാരിധേ കൃഷ്ണ നരനെയും ചതിച്ചായോ, അതൊന്ന് പാടാം. വിപ്രപത്നിയുമുടൻ പിറ്റാളസൗ കൗതുക പാണൗ തം ച വഹിത്പദിന്നു സഖിയും ഭാവിച്ചു തസ്മിൻ മുദാ കാണാന്യാത്മജമാത്ത ശോകവിവശ സാധ്വീ കരുണ വാരിധേ കൃഷ്ണ കരുണ വാരിധേ കൃഷ്ണ നരനെയും ചതിച്ച
ജനിച്ച കാന്തിയോടശു ജനിച്ച ബാലകൻ ഭൂമൗ പതിച്ചിടുന്നതിൻ മുൻപേ മറച്ചു ദൈവം പതിച്ചിടുന്നതിൻ മുൻപേ മറച്ചു ദൈവം ലഭിച്ചില്ല ശവം പോലും യത്നം ലഭിച്ചില്ല ശവം പോലും ഫലിച്ചിലർജുന യത്നം വരച്ച രേഖയെ മൂർധ്നി മറച്ചു വച്ചു കൂടുവാൻ വരച്ച രേഖയെ മൂർധ്നി മറച്ചു വച്ചു കൂടുവാൻ പരമാധി വിവശനാം ഹരിപാദ സ്മൃതിയോടും പരമാധിവിവശനാം ഹരിപാദ സ്മൃതിയോടും പുരവാതുക്കൽ നിൽക്കുന്ന പ്രിയൻ തന്നോടും പുരുഹൂതാത്മജനോടും ചരിതങ്ങളിവയെല്ലാം പുരുഹൂതാത്മജനോടും ചരിതങ്ങളിവയെല്ലാം വിരവോടൻ സഖിമാരെ പുരചീടുവിൻ ചെന്നു വിരവോടൻ സഖിമാരെ കരുണ വാരിധേ കൃഷ്ണ കൃഷ്ണ പുന്നാഗവരാളിയിൽ ഒരുപാട് പദങ്ങളുണ്ട്. അങ്ങനെ നിങ്ങളും കുചേലവൃത്തത്തിലെ ദാനവാരി മുകുന്ദനെ, കൃഷ്ണനെ കാണാനായി പോകുന്ന കുചേലന്റെ ആത്മകഥ, അത് ഇതിനു മുമ്പ് പാടിയതാണ്. അതേപോലെ ഒരു പദം കംസവധത്തിൽ അക്രൂരന്റെ ഒരു പദം ഉണ്ട്, അതൊന്നും പാടാം. കമന്റുകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ, സന്തോഷം. കംസവധം അത് ഈ ഭാഗത്ത് പ്രചാരം കുറവാണ്. കംസന്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൊണ്ടുവരാനായി നിയോഗിക്കപ്പെട്ട അക്രൂരന്റെ പദ. അക്രൂരൻ
കൃഷ്ണനെ കാണാനായി പോകുന്ന സമയത്തുള്ള ചിന്താപദമാണ്. കംസൻ അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക എന്നറിയാം. എന്നാലും കംസൻ ചെയ്തത് നന്നായി, തനിക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാനായല്ലോ, തന്നെ നിയോഗിച്ചത് നന്നായി എന്ന് പറയുന്ന ഒരു പദമാണ്. സാനന്ദം നടന്നു മന്ദം ഗാന്ധി നന്ദനൻ സാനന്ദം നടന്നു മന്ദം ഗാന്ധി നന്ദനൻ പരമാനന്ദമൂർത്തി മുദ ചിന്ത ചെയ്തു പരമാനന്ദമൂർത്തിയെ മുദ ചിന്ത ചെയ്തു കണ്ടാൽ ആനന്ദമുണ്ടാകും കൊണ്ടൽ വർണ്ണ രാമന്മാരെ കണ്ടാൽ ആനന്ദമുണ്ടാകും കൊണ്ടൽ വർണ്ണ രാമന്മാരെ കണ്ടിട്ട നിതരം ശോഭനം ഭജേ കണ്ടിട്ട നിതരം ശോഭനം ഭജേ ചഞ്ചലമണി കുണ്ടല പുഞ്ചിരി കടാക്ഷങ്ങളാൽ ചഞ്ചലമണി കുണ്ടല പുഞ്ചിരി കടാക്ഷങ്ങളാൽ അഞ്ജിതമാം തിരുമുഖം കണ്ടിടുന്നേ അഞ്ജിതമാം തിരുമുഖം കണ്ടിടുന്നേ ഗോപിക കുച കുങ്കുമ ശോഭിതമ തിരുമാറും ഗോപിക കുച കുങ്കുമ ശോഭിതമ തിരുമാറും ശോഭന കട്ടിത്തട്ടവും കണ്ടിടുന്നേ ഗോപിക കുച കുങ്കുമ ശോഭിതമ തിരുമാറും ശോഭന കടിത്തട്ടവും കണ്ടിടുന്നേ
കംസൻ നമുക്കു നന്മയത്രേ ചെയ്തു നൂനം ചിന്മയനെ കാൺമാറായി നന്ദിയോടെ അക്രൂര വന്നാലുമെന്നു തൃക്കൈ കൊണ്ടു പിടിക്കും എന്നെ അക്രൂര വന്നാലും എന്നു തൃക്കൈ കൊണ്ടു പിടിക്കുമെന്നു സൽക്കരിച്ചങ്ങിരുത്തിടും പുഷ്കരാക്ഷ ഏവമോർത്തു ഗോകുലത്തിൽ വേഗമോടു ചെന്ന നേരം ഏവമോർത്തു ഗോകുലത്തിൽ വേഗമോടു ചെന്ന നേരം ദേവദേവന്മാരെ കണ്ടു കൈവണങ്ങിന ദേവദേവന്മാരെ കണ്ടു കൈവണങ്ങിന ഈ പദമൊക്കെ 2-3 തവണ സുരേന്ദ്രേട്ടൻ്റെ കൂടെയൊക്കെ പാടിയ ഒരു പരിചയമാണുള്ളത്. മടവൂരാശാന്റെ കംസൻ, ഇഞ്ചക്കാട് രാമചന്ദ്രൻ പിള്ള അദ്ദേഹത്തിൻ്റെ അക്രൂരൻ, അങ്ങനെ ചില കളികൾക്ക് പാടിയിട്ടുണ്ട്. പുന്നാഗവരാളി കുറേ പദങ്ങളുണ്ട്. തീർന്നു സന്ദേഹമെല്ലാം, തീർന്നു സന്ദേഹമെല്ലാം, അലസത വിലസിത അതിനാൽ ഞാൻ ഉറങ്ങിനേൻ. ലവണാശ്രമത്തിലെ ഹന്ത ഹന്ത ഹനുമാനെ മാനുഷരെല്ലാരും കേൾപ്പിൻ അഭിമാനം കളഞ്ഞു ശിവനെ ഭജിപ്പിൻ. അതൊക്കെ പല ദിവസങ്ങളിൽ പാടിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. ഒരിക്കൽ എമ്പ്രാന്തിരാശന്റെ ഒരു കച്ചേരി ഉണ്ട് എരിഞ്ഞാലക്കുട, മുഴുവൻ പുന്നാഗവരാളി രാഗമത്തിന്റെ വൈവിധ്യം കാണിച്ചുകൊണ്ട്. അതിങ്ങനെ പാടിയപ്പോൾ ഓർമ്മ വന്നതാണ്. ഒരു 2 വരി കൂടി പാടാം. കൈവരും കാമിതവും കാമിനി രത്നമേ കാലവിളംബനം പാർത്തു വസിക്കുക. അപ്പൊ നമുക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് കാലവിളംബനം. കാലം കാത്തിരിക്കേ വഴിയുള്ളൂ. കൈവരും കാമിതവും. ദുര്യോധനവധത്തിൽ കൃഷ്ണന്റെ പദം പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്നത്. കൈവരും കാമിതവും കാമിനി രത്നമേ കൈവരും കാമിതവും കാമിനി രത്നമേ കാലവിളംബനം പാർത്തു വസിക്കുക. കാലവിളംബനം പാർത്തു വസിക്കുക.
അത് ദൂത് പറയാൻ പോകുന്ന കൃഷ്ണൻ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്നതാണ്. പാർഷദി മമ സഖി മാ കുരു ദേവിതം. അതിലെ ഒരു ചരണം. എന്നാ പുന്നാഗവരാളി മാറ്റി ഇനി പന്തുവരാളിയോ ആക്കാം. വരാളി മിത്രരാഗങ്ങൾ അല്ലേ? മിത്രരാഗങ്ങൾ നല്ല പറയാ. കർണാടകയിലെ മിത്രരാഗങ്ങൾ എന്ന് പറയാം. ഒരേ പേര് കൊണ്ട് സാമ്യമുള്ള രാഗങ്ങൾ. ഗൗള, മായാമാളവ ഗൗള, നാരായണ ഗൗള പോലെ. പുന്നാഗവരാളി, പന്തുവരാളി, ശുഭപന്തുവരാളി, വരാളി. പന്തുവരാളിയില് ആരെടോ നീ പാടാം. ആരെടോ നീ നിന്റെ പേരെന്തു ചൊല്ലണം. സാമ്യമകന്നൊരു ഉദ്യാനം, കാദ്രവേയ കുല തിലക, അങ്ങനെ കുറെ പദങ്ങളുണ്ട് അതില്. ചിലത് പാടിയതാണ് തോന്നുന്നു. അതുകൊണ്ടാണ് ആരെടോ നീ നിന്റെ പേരെന്തു ചൊല്ലണം എന്നുള്ള ചരിതം 4-ാം ദിവസത്തിൽ. ബാഹുകൻ നളൻ തന്നെയാണെന്ന് ഏകദേശം ദമയന്തിക്ക് ഉറപ്പായി. അതിൻ്റെ സത്യാവസ്ഥ, യാഥാർത്ഥ്യം അറിയാനായി ദമയന്തി തൻ്റെ വിശ്വസ്ത തോഴിയായ കേശിനിയെ നിയോഗിക്കുന്നു. കേശിനി ബാഹുകനെ കണ്ട് പറയുന്നതാണ് സന്ദർഭം. നീ ആരാണ്, നിന്റെ പേരെന്താണ്, ഇവിടെ വന്നത് എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. പിന്നീട് ബാഹുകന്റെ പ്രവൃത്തികൾ, ഭക്ഷണം പാചകം ചെയ്യുന്നതും വിചാരിക്കുന്ന മാത്രയിൽ അവിടെ വെള്ളവും ജലത്തിൻ്റെയും അഗ്നിയുടെയൊക്കെ സാന്നിധ്യം കാണുന്നു. അങ്ങനെ ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ആ പന്തുവരാളി എന്ന് പാടാം. പ്രിയതമ ദർശന പ്രസിദയ
ഭീമജയ നളയിതി ബാഹുഗേ ജനിത സംശയ മാനസയ ഇതി കില കേശിനി നിഗദിത നളമേ ത്യജവ രഥഗതമന്വയുക്ത കുശല കുശലം കുശല നിന്റെ പേരെന്തു ചൊല്ലേണം ആരെടോ നീ നിന്റെ പേരെന്തു ചൊല്ലേണം ആരെടോ നീ നിന്റെ പേരെന്തു ചൊല്ലേണം ആരുടെ പേരിതെടോ ആരുടെ പേരിതെടോ ദൂര ദേശത്തു നിന്നു ദൂരദേശത്തു നിന്നു വന്നവരെന്നു തോന്നി ദൂരദേശത്തു നിന്നു വന്നവരെന്നു തോന്നി നേരു തന്നെ ചൊല്ലേണം നേരു തന്നെ ചൊല്ലേണം കാര്യമുണ്ടിങ്ങത്തിനാൽ നേരു തന്നെ ചൊല്ലേണം കാര്യമുണ്ടിങ്ങത്തിനാൽ നേരു തന്നെ ചൊല്ലേ താത്മൈതഹതയത കുപുരകരധിങ്കിണതോ ആരെടോ നീ നിന്റെ പേരെന്തു ചൊല്ലേണം നിഷ്ഫലമല്ല അറിക നിർബന്ധം ഇതെന്നുടെ നിഷ്ഫലമല്ല അറിക നിർബന്ധം ഇതെന്നുടെ ചൊൽപ്പേറും
ഭൈമിയുടെ കൽപ്പനയ ഇപ്പോഴി അന്തിനേരത്തിപുരം തന്നിലേ വന്നു ഇപ്പോഴി അന്തിനേരം ഇപ്പുരം തന്നിലേ വന്നു ഉൾപ്പൂക്ക നിങ്ങള വന്നുൾപ്പൂക്ക നിങ്ങള ആരെന്നെ പേരും പറയണം ആരെന്നെ പേരും പറയണം വന്നുൾപ്പൂക്ക നിങ്ങള എല്ലാം നേരെ ഈര്യത്തെ എല്ലാം നേരെ ശോഭന വാണി മുദ ശോഭന വാണി മുദ എന്തു തവ ചൊല്ലുന്നോടു കാര്യമെന്തു എന്തു തവ ചൊല്ലുന്നോടു പെരിക വിദൂരൽ വന്നോ അല്ലോ ഞങ്ങൾ പെരിക വിദൂരൽ വന്നോ ഞങ്ങൾ ഇവിടെ വന്ന ഞങ്ങൾ ഇന്നു മൃദുപർണ ഇരുവരി അഹം ബാഹുകൻ ഇരുവരി അഹം ബാഹുകൻ എന്തു വേണ്ടു തവ ചൊല്ലുന്നോ എന്നോടു അപ്പൊ ഇടയിൽ ഭൈരവിയും കൂടി ആയി.
അവളേതൊരു കാമിനി ഹേ ബാഹുക തവയാധൃതി ശമനി സവിചാരം 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 നിയതം സവിചാരം നിയതം പരിദേവിതം യൽകൃതേ നിശി പരിദേവിതം യൽകൃതേ നിശി നിശി അവളേതൊരു കാമിനി. ചെറിയൊരു പദാണെങ്കിലും വളരെ മനോഹരമായ ഒരു പന്തുവരാളി. ഇപ്പൊ പാടിയിട്ടുണ്ടോ അല്ലെ? പോടാ നീയരട മൂഢ ഞാനെയ്ത കിടിയെ കൂടെ വന്നെയ്തിട മോട പാടവം ഏറുമെങ്കിൽ പേടി കൂടാതെന്നോടു ചടുതി ചാടുപോ തുടരുകയല്ലി അടുതവല്ലടവും ഓടിയൊളിക്ക ദുഷ്ട കാട്ടളവന്നെന്നെ തൊട്ടതിനാലെ നഷ്ടമാക്കുവൻ നിന്നെ ഞാൻ. എട്ടു ദിക്കിലും പുകൾ പെറ്റോർജുനന ഇഷ്ടവൈക ഗുരുമട്ടലരമ്പനെ നഷ്ടമാക്കിയ പുരാനുടെ ഭജനെ കേട്ടിട്ടുള്ള കാട്ടളൻ ഞാൻ. സ്പഷ്ടമേ നിങ്ങളുടെ ചട്ടവട്ടങ്ങളെ പേരും കൂട്ടമേ നിങ്ങൾ കുലയാട്ടുള്ളവരല്ലയോ ശിഷ്ടകാമനുടെ നഷ്ടതനധികം ഇഷ്ടസേവകനും ഒട്ടുമില്ല കുറ. മൃത്യു വന്നെത്തുകയാലേ മൃത്യുഞ്ജയനെ അത്ര നിന്ദിച്ച നിന്നുടെ മസ്തക അസ്ത്രമെയ്തറുത്തെറിഞ്ഞിടുവൻ ഞാൻ. ഉത്തമോത്തമൻ കൃഷ്ണനെന്റെ സഖി നിത്യപുരുഷനുടെ പത്തുകളാണ്. കള്ള കൃഷ്ണനെന്നുള്ളവൻ കൊള്ളാം ചങ്ങാതി ഭള്ളിൽ കുറവുള്ളോനല്ലേ. വെള്ളയിൽ നിങ്ങൾക്കുള്ള ദൈവമേനെന്നുള്ളതും ഇള്ളുതിന്നു മുതുവെള്ളരുതേറിയ വെള്ളിമലയനെന്നുണ്ടൊരു കള്ളൻ. അരിവിട വന്നതാരടി മൂഢ അരിവിട വന്നതാരട മൂഢ. ലങ്കാലക്ഷ്മിയും ഹനുമാനും തമ്മിലുള്ള യുദ്ധം, അങ്ങനെ കുറെ പദങ്ങൾക്ക് ആരിട ബാലനെ പിടിച്ചുകൊണ്ട് ലവണാസുരത്തിൽ, അങ്ങനെ കുറെ യുദ്ധപദങ്ങൾക്കും പന്തുവരാളി ഉപയോഗിച്ചിട്ടുണ്ട്. പന്തുവരാളി ഒരു ശിവസ്തുതിയോ? ജയ ശിവശങ്കര ഹര ത്രിപുരാരി, ജയ ശിവശങ്കര ഹര ത്രിപുരാരി. പാശി പശുപതി പിനാകധാരി, ജയ ശിവശങ്കര ഹര ത്രിപുരാരി. പാശി പശുപതി പിനാകധാരി, ശിരേ ജടാജൂഢ കണ്ഠേ കാളകൂട, ശിരേ
ശിവശങ്കര ഹരി ത്രിപുരാരി. ത്രിലോകപാലക ത്രിലോകനാശക പരാത്പര പ്രഭു മോക്ഷവിധായക. ത്രിലോകപാലക ത്രിലോകനാശക പരാത്പര പ്രഭു മോക്ഷവിധായക. കരുണാനയനേ ഹേ ഭക്തജനേ ലോയഛി ശരണ ശരണേ തുമാരേ. കരുണാനയനേ ഹേ ഭക്തജനേ ലോയഛി ശരണ ശരണേ തുമാരേ. ജയ ശിവശങ്കര ഹരി ത്രിപുരാരി. പശി പശുപതി പിനാകധാരി ശിരേ ജടാജൂഢ കണ്ഠേ കാളകൂട സാധക ജനഗണ മാനസ വിഹാരി. ജയ ശിവശങ്കര ഹരി ത്രിപുരാരി ഹരി ത്രിപുരാരി ഹരി റൂട്ട് മാറി പോവാൻ തുടങ്ങി. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകെ കനിവായി പൊഴിഞ്ഞുതാ മയിൽ പീലിയഴകെ. ഈരില്ലം കാവുകൾ താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയ. എന്നാ ഞാനൊരു ദേശീയ പാടാം ഒരു കഷ്ണം. ഇപ്പൊ പി ജി രാധാകൃഷ്ണൻ ആശാനെ സ്മരിച്ചു കണ്ടു. അദ്ദേഹം കർണശപഥത്തിലെ കൗരവന്മാരോട് ബന്ധം വീര എന്ന ചരണം ദേശില് പാടാറുണ്ട്. ഒന്ന് പാടി നോക്കാം. ഞാനൊരു 8-10 കർണശപഥം അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മയില് കൗരവന്മാരോടു ബന്ധം വീര കൗരവൻ മാരോടു ബന്ധം വീര നേരിൽ നിനക്കിനി ചേരാ വീര നേരിൽ നിനക്കിനി ഇനി ചേരാ ഒരു മൽസുതരോടു ചേര
നേരത്തെ ഒരു കമന്റിൽ വല്യച്ഛനെ പരാമർശിച്ചു കണ്ടു. ആരാന്ന് മനസ്സിലായില്ല. മുഴുവൻ കമന്റുകൾ നോക്കാനും പറ്റിയില്ല. ഡൽഹിയിലെ രാമലീല ട്രൂപ്പിൽ, ബാലെ ട്രൂപ്പിൽ, അത് എൻ്റെ വല്യച്ഛനാണ് കൃഷ്ണൻ നമ്പൂതിരി. ഉദയ് ശങ്കറിൻ്റെയൊക്കെ ട്രൂപ്പിൽ കുറെ കാലം ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആരോ ഒരു കമന്റിൽ പരാമർശിച്ചു കണ്ടു. സന്തോഷം. എന്നൊരു വരാളി പാടാം. പുഷ്കര നീ പഴുതേ ജന്മം, പുഷ്കര നീ പഴുതേ ജന്മം, നിഷ്ഫലമാക്കരുതേ ജന്മം, നിഷ്ഫലമാക്കരുതേ. ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ, ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ. സഹായമുണ്ടായാലേവനും സഹായമുണ്ടായാലേ നളനും നീയും ഭേദമെന്തിവിടെ, നളനും നീയും ഭേദമെന്തിവിടെ. നാടുവാഴ്ക നളനുവെന്നു സംപ്രതി, നാടുവാഴ്ക നളനുവെന്നു സംപ്രതി. നേരെ നിന്നോടേടോ ഞാൻ പുനഃ, നേരെ നിന്നോടേടോ ഞാൻ പുനഃ. ആരെന്നും പറയാം പുനരാരെന്നും പറയാം. പാരിലെന്നെ ഇന്നാലറിയാത്തവർ, പാരിലെന്നെ ഇന്നാലറിയാത്തവർ. വൈരി വൈരസേനിക്കിഹ ഞാൻ കലി, വൈരി വൈരസേനിക്കിഹ ഞാൻ. തവ ഞാൻ മിത്രം തസ്യ നാടു ഞാൻ, തവ ഞാൻ മിത്രം തസ്യ നാടു. തേതരുന്നു ചോരുവരുക ബോധിക, തേതരുന്നു ചോരുവരുക ബോധിക. നിൽക്കമതീയമതേ വിജയം, നിൽക്കമതീയമതേ വിജയം. നിശ്ചിതമാമിഹതേ, നിശ്ചിതമാമിഹതേ വിജയം, നിശ്ചിതമാമിഹതേ നിശ്ചിതമാമിഹതേ. വിക്രയമില്ലെന്നാകിലെന്തോ, വിക്രയമില്ലെന്നാകിലെന്തോ. വെക്കചൂതിന എന്നെ പണയം, വെക്കചൂതിന എന്നെ പണയം. ധനവും ധാന്യം നാടുമൊക്കെയും, ധനവും ധാന്യം നാടുമൊക്കെയും. കൈക്കലാക്കി അവനെ വിടുക വനഭൂവി, കൈക്കലാക്കി അവനെ വിടുക വനഭൂവി. അത് വരാളി. അസാവേരിയിലും പാടാ. ശരിക്കും അസാവേരിയാണ് ഈ പദത്തിന്റെ രാഗം. ഗംഗാരാശൻ ആഹിർ ഭൈരവിയില് പാടാറുണ്ട്. പുഷ്കര നീ പഴുതേ ജന്മം, നിഷ്ഫലമാക്കരുതേ. നേരത്തെ ദേശ് പറഞ്ഞപ്പോ ഒരു പദം മന്ദിരെ ചെന്നാലെങ്ങൊക്കെ ഇതിനു മുമ്പ് പാടി. മന്മഥനാശന കിരാതത്തിലെ സ്തുതി ചിലപ്പോ കച്ചേരികൾക്കൊക്കെ പാടാറുണ്ട്. മന്മഥനാശന മമ കർമ്മമേവമോ. ദിവ്യകാരുണ്യ ചരിതം, ഒരു ക്രിസ്ത്യൻ കഥ, യേശു ക്രിസ്തുവിന്റെ കഥയാണ്. ഞാൻ അതിന്റെ വരികൾ ഇപ്പൊ തപ്പി നോക്കി കിട്ടിയില്ല. ആപ്പില് ഉണ്ട്, അത് തുറക്കാൻ പറ്റിയില്ല. ജയിക്കാം ജനിക്കാം വിഭോ വിഭോ
അതിൻ്റെ ആ ഒരു ആദ്യത്തെ വരി തന്നെ ഓർമ്മയുള്ളൂ. മധുവേട്ടനാണ് അത് പാടിയത്. അന്ന് വളരെ രസകരമായിട്ട് പാടി മധുവേട്ടനത്. യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു ഭക്തൻ പറയുന്നതാണ്. ഒരു അന്ധന് കണ്ണുപൊട്ടന കണ്ണ് തിരികെ കിട്ടി, കാഴ്ച ശക്തി കിട്ടി. അപ്പൊ അദ്ദേഹം യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നതാണ്. ജനിക്ക ജനിക്ക വിഭോ, ഉയർത്തെഴുന്നേൽക്കൂ എന്ന് പറയുന്നത്. ഒരു സാരമതിയും ഒരു ശ്രീരാഗവും അജിതാഹരി കൂടി പാടി നിർത്താം. പാടില്ല പറഞ്ഞു കീരവാണി ഏതാ? എന്നാ കീരവാണി ദാമോദര താവക പാടുന്നു. കുറച്ച് കീരവാണി പാടാം. കലികയുണ്ട് ദാമോദര കൃഷ്ണലീല തരംഗിണിയിലത്തെ ഒരു കൃതി പാടാം. ദാമോദര തവ ഭാവമ താവക ദാമോദര തവക പരഭാവമഹം സദാജാനേ 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 ശ്യാമധാമൻ ഭൂമൻ സമാധി സർവ നിഗമാവസാനേ ശ്യാമധാമൻ ഭൂമൻ സമാധി സർവ നിഗമാവസാനേ ശ്യാമധാമൻ ഭൂമൻ സമാധി സർവ നിഗമാവസാനേ ദാമോദര തവക പരഭാവമഹം സദാജാനേ ദാമോദര തവക പരഭാവമഹം നരക ഭയവരകം നാമരൂപ നിർവാഹകം നരക ഭയവരകം നാമരൂപ നിർവാഹകം പരിപൂർണാനന്ദദായകം ഭക്തദാരകം പരിപൂർണാനന്ദദായകം ഭക്തദാരകം സുരഗുരുഗീതമേകം സൂദിത സുരനായകം സുരഗുരുഗീതമേകം സൂദിത സുരനായകം വരനാരായണ തീർത്ഥ
तव पर भावमहं सदा जाने दामोदर तव पर भावमहं सदा जाने। നാരായണതീർത്ഥർ എന്ന് പറയുന്നത് ജയദേവ കവിയുടെ അവതാരമൊക്കെ ആയിട്ടാണ് പറയാറ്. ജയദേവര് 3 അവതാരങ്ങളെടുത്തു. ജയദേവര് ക്ഷേത്രജ്ഞരായിട്ട് ജനിച്ചു. ശേഷം നാരായണതീർത്ഥരായിട്ട് ജനിച്ച് തരങ്കിണി കൃഷ്ണലീലാ തരങ്കിണി എഴുതിയതിന് ശേഷമാണ് ഇത്ര എഴുതി മതിയാവുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കീരവാണി മേളപ്പദത്തിനെ പാടാറുണ്ട്. ഹൈദരാലേശൻ ചില ചരണങ്ങൾ, ഹേ മഹാനുഭാവ എന്നുള്ള ചരണങ്ങൾ പാടി കേട്ടിട്ടുണ്ട്. മധുവേട്ടൻ അമ്പ തൊഴുതേൻ എന്നുള്ളത് കീരവാണിയിൽ പാടി കേട്ടിട്ടുണ്ട്. ബാബുവിനൊക്കെ ധാരാളം പാടി കേട്ടിട്ടുണ്ട് കീരവാണി. അപ്പോൾ നമ്മുടെ സമയമായി തുടങ്ങി. ഒരു കഷ്ണം സാരമതിയും അജിതാഹരിയും കൂടി പാടി നിർത്താം. അജിതാഹരി കുറച്ച് പാടണമെന്ന് പറഞ്ഞു. സാരമതി ഏതാ പാടാ? ഒരു കാര്യം ചെയ്യാം. പ്രഹ്ലാദ ചരിത്രത്തിലെ ദൈതേയ കുലദീപ മുഖാരിയിലൊരു പദം, അത് സാരമതിയിലൊക്കെ പാടാറുണ്ട്. ദൈതേയ കുലദീപ ദീന ജനാവനീ ദൈതേയ കുലദീപ ദീന ജനാവനീ ചേതസി കോപിച്ചിടരുതേ തവ നിങ്ങനെ ചെയ്തു ഉപദേശം ഏതുമറിഞ്ഞില ഏതു ഞാൻ വീര ഏതുമറിഞ്ഞിലഹോ ഏതു ഞാൻ വീര ദാസനിവൻ ഗരുഡാസനൽ തന്നൂടെ വാസന കളവ പ്രയാസം എത്രയും ശാസനയും പരിഹാസമതാക്കി മേ വാസവാരെ വീര്യഭാസുര ദൈത്യേശ
പ്രഹ്ലാദനെ മനസ്സ് മാറ്റാൻ തന്നെ കൊണ്ടാവില്ല എന്ന് ശുക്രാചാര്യർ പറയുന്നതാണ്. നമ്മുടെ സമയം കുറെ വൈകി. അജിതാഹാരി ഒരു 2 ചരണം പാടി ഇന്ന് ശ്രീരാഗത്തിൽ അവസാനിപ്പിക്കാം.
വിഷമം കുണ്ടുകാമം സാധിച്ചതില്ലേ നീല നീരദ വർണ്ണ നീല നീരദ വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ നീല നീരദ വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ അദ്യാപി ഭവൽ കൃപ വിദ്യോതമാനമരും പാദ്യാദി ഏൽപ്പതിന്നു ചൈര്യാരേ ജന്മഫലം ഈ ദ്വിജനിന്ദു വേണ്ടു ഹൃദ്യം താവക വൃത്തം മൊഴികിലുലയുമുരഗപതിയും അധുനാ ഹൃദ്യം താവക വൃത്തം മൊഴികിൽ മുലയും ഉരഗപതിയും മേദുര ഭക്തിയുള്ള മാതൃശാം സുഖമെന്നേ വാദമില്ലഹോ ദുഃഖം വാധിക്കയില്ല നൂനം യാദവാധിപ നിന്നെ കൃഷ്ണ ഹൃദയ ചിന്ത നിദാനേന മോദം വളരു കരുണവരണ മരുണ സഹജ കേദന മോദം മേ അജിത ജയ മാധവ വിഷ്ണു അജമുഖ ദേവ മത ഇങ്ങനെ മധ്യമാവധിക്ക് പകരം ശ്രീരാഗത്തിൽ നിർത്താം. നാളെ ഇതേ സമയത്ത് 11 മണിക്ക് രാമവാര്യർ ആശാന്റെ ഗ്രൂപ്പിലൊന്ന് ലൈവിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ 11 മണിക്ക് അതിൽ പാടാം. എൻ്റെയൊക്കെ ആശാന്റെയും ആശാനാണ്. അപ്പോൾ അവരങ്ങനെ ഒരു അർച്ചന പറഞ്ഞു. എല്ലാവരും അതിലും വരുന്നുണ്ട്.
അപ്പോൾ നാളെ 11 മണിക്ക് അതിൽ പാടാമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം.